ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. അതൊരു വാക്പോര്, ഉന്തും തള്ളും, കയ്യേറ്റം എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറുന്നതും കണ്ടു. പക്ഷേ സ്പീക്കർക്കെതിരായ പ്രതിഷേധത്തിൽ സർക്കാർ നടപടി ആവശ്യപ്പെട്ടേക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉടൻ നടപടിയെടുത്താൽ ഗുണം ചെയ്യില്ല എന്നാണ് LDFന്റെ വിലയിരുത്തൽ. പ്രതിഷേധം തുടർന്നാൽ നിലപാട് ശക്തമാക്കും. നടപടി സ്പീക്കറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിക്കുന്നു. മുഖം മറച്ച് പ്രതിഷേധം അനുവദിക്കാൻ ആകില്ല എന്ന അഭിപ്രായമാണ് ഉയരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെടില്ല എന്ന തരത്തിലുള്ള സൂചനകളാണല്ലോ വരുന്നത്. എങ്ങനെയായിരിക്കും സർക്കാർ ഇനി പ്രതിപക്ഷ പ്രതിഷേധത്തെ നേരിടാൻ പോകുന്നത്? സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡൈസിൽ കയറിയുള്ള പ്രതിഷേധവും തുടർന്ന് വാച്ച് ആൻഡ് വാർഡുമായുള്ള കയ്യാങ്കളിക്ക് സമാനമായ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും പോയത്. എന്നാൽ ആ വിഷയത്തിൽ ഒരു നടപടി ഉടൻ LDFന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടില്ല. അതായത് ഈ സഭ പിരിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ LDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ LDF നേതാക്കൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ LDF നടപടി, അതായത് പ്രതിപക്ഷ അംഗങ്ങൾ ഡൈസിൽ കയറിയ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടി, അച്ചടക്ക നടപടി ആവശ്യപ്പെടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ ഉടൻ ഒരു അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് LDF മുന്നോട്ട് പോയാൽ അത് പാർട്ടിക്കും LDFനും ഗുണം ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് യോഗത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ LDF അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കില്ല. അതേസമയം ആവശ്യമെങ്കിൽ സ്പീക്കർക്ക് തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാരണം സ്പീക്കർക്ക്, അതായത് 2011 മുൻപ് G കാർത്തികേയൻ സ്പീക്കറായിരുന്ന ഘട്ടത്തിൽ TV രാജേഷിനും ജെയ്സ് മാത്യുവിനുമെതിരെ ഒരു നടപടി എടുത്തിരുന്നു. അത് ഡൈസിൽ കയറി പ്രതിഷേധിക്കുകയും ഡൈസിൽ വാച്ച് ആൻഡ് വാർഡുമായുള്ള കയ്യാങ്കളിയിലുമാണ് ആ നടപടി എടുത്തത്. അന്ന് സ്പീക്കറുടെ G കാർത്തികേയന്റെ ഒരു റൂളിംഗും നിലനിൽക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ സ്പീക്കർക്ക് ഷംസീറിന് ആ റൂളിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കാം. അത് സ്പീക്കറിന്റെ വ്യക്തിപരമായ തീരുമാനത്തിലേക്ക് വിടുകയാണ് LDF ചെയ്തത്. അല്പം മുൻപ് LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ സമാനമായ നിർദ്ദേശം പറയുകയല്ല, പക്ഷേ സ്പീക്കർക്ക് തീരുമാനിക്കാമെന്നുള്ള തീരുമാനം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് സ്പീക്കറുടെ അനുവാദത്തിലെങ്കിലും സ്പീക്കറുടെ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ശക്തമായ പ്രതിഷേധത്തിലേക്കും സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന രീതിയിലേക്കും പ്രതിപക്ഷം പോയാൽ അപ്പോൾ നടപടി ആവശ്യപ്പെടാമെന്നും ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വിനീത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം കടുക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും സർക്കാർ അതിനെ നേരിടാൻ പോകുന്നത് എന്നത് ആകാംക്ഷയാണ്. ഏതായാലും തൽക്കാലം നടപടി ആവശ്യപ്പെടില്ല, സ്പീക്കർക്ക് തീരുമാനിക്കാമെന്നത് തന്നെയാണ് ഇടതുമുന്നണിയുടെ നിലപാട്.